ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രിയോടെ കാലിക്കറ്റ് സർവകലാശാല VIP ഗസ്റ്റ് ഹൌസിലെത്തും. സെനറ്റിലേക്ക് സംഘപരിവാർ അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ഗവർണർ സർവകലാശാലയിൽ എത്തുന്നത്. സഭയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധത്തിന് സർവകലാശാല സാക്ഷിയാകും. KT സ്വാലിഹ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും തത്സമയം. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രോട്ടോകോൾ ലംഘനമാണെന്ന് പറയുന്നു. ഗവർണർ സകലമാന പരിധിയും ലംഘിച്ച് അദ്ദേഹത്തിന്റെ സ്വയം ഇഷ്ടപ്രകാരം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം എന്തൊക്കെയാണ് ഗവർണറുടെ പരിപാടികൾ ഇന്ന് കോഴിക്കോട്? ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഗവർണർ VIP ഗസ്റ്റ് ഹൗസിലെത്തുക. ഇപ്പോൾ ഡൽഹിയിൽ ഒരു RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വിമാനമാർഗമാണ് കോഴിക്കോട്ടേക്ക് എത്തുന്നത്. അതിനുശേഷം സർവകലാശാല VIP ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. നേരത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പിന്നീട് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് അദ്ദേഹം താമസിക്കാൻ ഒരുങ്ങുന്നത്. ഒരു കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ താമസിക്കുന്നത്. ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി ഇക്കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നെങ്കിലും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. 8:30 സർവകലാശാലയിലെ VIP ഗസ്റ്റ് ഹൗസിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം നാളെയാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹം കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കും. മറ്റന്നാൾ സെനറ്റ് ഹാളിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. 18-ന് വൈകിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങുക. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവുമെന്ന് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരമുണ്ടായിരുന്നു. ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങൾ സർവകലാശാല പരിസരത്ത് നടത്തിയിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ മറ്റ് താമസക്കാരെ എല്ലാം ഒഴിപ്പിച്ചിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഗവർണർ താമസിക്കുന്നതിൻ്റെ ഭാഗമായി കാലിക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. വിനിഷ.